നടന്നു പോകുന്ന ഒരു സമയമാണ്. ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ നടത്തു. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുതിയൊരു നമ്മുടെ ഒരു ജീവിതത്തിൽ എൻ്റെ ഒരു ജീവിതത്തിൽ പുതിയൊരു തീരുമാനങ്ങളും പുതിയ ഒരു വഴിത്തിരിവ് അത് മറ്റുള്ളവർക്ക് പിന്നീട് കളിയാക്കാൻ കാരണമാകും. ഇതുപോലെ മിക്കുവാവ വളർന്ന് വെച്ചാൽ ഇവരെ കുട്ടി മീക്കയിൽ വളർന്നു വരുമ്പോൾ അത് ആ കുഞ്ഞു മനസ്സിനെ ഒത്തിരി വേദനിപ്പിക്കും. ഒരുമിച്ച് മുന്നോട്ട് ഒത്തിരി കാലശേഷം വീണ്ടും ഞങ്ങൾ വീഡിയോയിലേക്ക് വരുവാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. വേണ്ട, നഷ്ടവും ശാപവും കുറവുകളും കുറ്റങ്ങളും എല്ലാം എനിക്ക് തന്നെ ഞാൻ സമ്മതിച്ചു. പുള്ളിക്കാരല്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മളെ കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ചെറിയ പ്രശ്നങ്ങൾ സംസാരിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ, ഇപ്പം കുടുംബജീവിതമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ ആർക്കും സംഭവിക്കാം, രണ്ടുപേർക്കും സംഭവിക്കാം. ഒരാളെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. രണ്ടുപേരെ സൈഡിൽ നിന്നും ഓരോരോ തെറ്റുകളൊക്കെ സംഭവിക്കാം. അപ്പം ചെറിയ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് നമ്മൾ മുമ്പോട്ട് പോവുക. അവിടാണ് നമ്മുടെ വിജയം. പിന്നെ ഒട്ടും പറ്റാത്തുള്ള രീതിയാണെങ്കിൽ, എക്സ്ട്രീം ലെവലിലോട്ടുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ട് വഴിക്ക് പോവുക. അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അടുത്ത സമയത്തൊക്കെ കണ്ടേണം അതുല്യ വിവഞ്ചിക, എന്തിനാണ് ജീവിതങ്ങൾ നശിപ്പിക്കുന്നത്? ഒരാളെ മാത്രമല്ല, രണ്ടുപേരെയും ജീവിതങ്ങളാണ് നശിക്കുന്നത് അവിടെ. അപ്പോൾ അത്രയും എക്സ്ട്രീം ലെവലിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ വഴി തിരഞ്ഞെടുത്ത് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുക. അതല്ല, പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ, ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അത് പറഞ്ഞു തീർത്ത് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. ഇപ്പം ഈ ഇച്ചായൻ കുഞ്ഞാറ്റ ഇവരെ പ്രശ്നങ്ങൾ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട്, ഇവർ വേർപിരിയാനുള്ള കാരണങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് മനസ്സിലാക്കും. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ അത് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ശരിയല്ല. അപ്പം ഇച്ചായൻ കുഞ്ഞാറ്റ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ് എന്ന് പറഞ്ഞൊരു ചാനലിലൂടെയാണ് ഇവരെ എല്ലാവരും അറിയുന്നത് തന്നെ. ഒരുപാട് പേർക്ക് ഇവരെ ഇഷ്ടമായിരുന്നു. ഫാമിലി വ്ളോഗൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഇവരെ ലൈഫിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞു മരിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതൊക്കെ ഇച്ചിരി വിഷയമായിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ചർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പം ഇവർ തമ്മിൽ വേർപിരിഞ്ഞിട്ടുണ്ട്. കുഞ്ഞാറ്റ അത് യൂട്യൂബ് ചാനലിലൂടെ, കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ അമലും ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പറയുന്നത് കേട്ട് ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കേണ്ട. കാരണം ഒരാളെ വിശ്വസിച്ച് കൂടെ നിർത്തി, എല്ലാം എൻ്റെ സന്തോഷങ്ങളും എല്ലാം മറന്നു ഞാൻ കൂടെ നിർത്തി, അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് അങ്ങനെ ഈ ഒരു അവസ്ഥയിലായി എന്ന് ഉള്ള രീതിയിലാണ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് സ്റ്റോറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ മാറി, അങ്ങോട്ടും ഒരാൾ സ്റ്റോറി ഇടും, അടുത്ത ആൾ ഇപ്പുറത്തിരുന്ന് സ്റ്റോറി ഇടും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അതുമാത്രമല്ല, കമൻറ്റിലൂടെയും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പം ഈ കുഞ്ഞാറ്റയുടെ യൂട്യൂബ് ചാനലിനകത്ത് വന്ന 1-2-3 കമൻറ്റുകളാണ് ഇത് സത്യങ്ങളൊക്കെ വെളിയിൽ വരാൻ കാരണമായത്. അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയം ഇവരെ ഫാമിലി ലൈഫിൽ ഈ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിൽ ചെളി വാരി എറിയാമെന്ന് പറയത്തില്ല, അതേ രീതിയിൽ പരസ്പരം ഒരാളെ കുറ്റപ്പെടുത്തി, ഒരാൾ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് അയാളും തിരിച്ച് കുറ്റപ്പെടുത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി മറ്റുള്ളവർക്ക് കമൻ്റ് ഇടാനും അതുപോലെ അത് കണ്ട് എൻജോയ് ചെയ്യാനുള്ള അവസരം ഇവർ കൊടുക്കാതിരുന്നു. അത് തന്നെ സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യം എന്ന് തന്നെ പറയാം. രണ്ടുപേരെ ഈ കുഞ്ഞാറ്റയുടെ ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ അമലിൻ്റെ ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ. സാധാരണ ഞാൻ വിചാരിച്ചു ഈ കുഞ്ഞാറ്റ ഇതൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അമലിൻ്റെ ഒരു പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വേറെ രീതിയിലായിരിക്കും. പുള്ളിക്കാരൻ ഇതെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ കാണിക്കുന്ന രീതിയിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ പ്രതികരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ വീഡിയോ അമൽ കാണുമെന്നുണ്ടെങ്കിൽ ഇതിനൊരു എക്സ്പ്ലനേഷൻ തന്നേ പറ്റൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ആ വീഡിയോ കണ്ടു. ആ വീഡിയോ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ എൻ്റെ വീഡിയോ അത് പോസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. അതിന് പുള്ളിക്കാരൻ കൊടുത്തൊരു മറുപടി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാനുണ്ടല്ലോ ഞെട്ടിപ്പോയി. ഞാൻ അതൊന്നുമല്ല പുള്ളിക്കാരൻ്റെ നിന്ന് പ്രതീക്ഷിച്ചത്. കാരണം അത് കണ്ടപ്പോഴത്തേക്ക് അതും കണ്ട് പുള്ളിക്കാരൻ്റെ പുതിയൊരു വീഡിയോ കണ്ടു. അത് ഞാൻ പറയാം, അത്
അതിന് വരുന്ന ഇതിൽ ഞാൻ പറയാം അതെന്താ സംഭവം എന്ന്. അപ്പം അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇവർ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും ഉണ്ട്. കാരണം കുഞ്ഞാറ്റ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്ന് ഈ ഒരു കാര്യം പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഈ അമൽ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്റ്റോറി, അതിന് ചെറിയൊരു റീപ്ലേ എന്ന രീതിയിൽ ഒരു സ്റ്റോറി, എന്നാലും പുള്ളിക്കാരൻ മോശമായിട്ടൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, അതിനെ ന്യായീകരിക്കുകയും ചെയ്തിട്ടില്ല. അത് കുഞ്ഞാറ്റ ഇട്ടതിനൊരു ചെറിയൊരു മറുപടി അവിടെ കൊടുക്കുകയും ചെയ്തു. അപ്പം ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല, എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നുള്ളൊരു മറുപടിയാണ് അതിന് അമൽ കൊടുത്തിട്ടുള്ളത്. അപ്പം എൻ്റെ ഒരു വീഡിയോയുടെ ഇത് ഷെയർ ചെയ്തിട്ട് പുള്ളി അതിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താൻ, അതും കണ്ടപ്പോൾ എനിക്ക് ഇത് തോന്നി. കാരണം ഞാൻ അത് എൻ്റെ ഇല്ല, അത് ഡിലീറ്റ് ആയിപ്പോയി. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഡിലീറ്റ് ആയിപ്പോയി, അല്ല ഞാൻ കാണിക്കായിരുന്നു. അതിനകത്തും അമൽ നല്ല കുഞ്ഞാറ്റയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അതിനകത്തും സംസാരിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. കുഞ്ഞാറ്റയെ കുറ്റപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അവിടെ അമൽ എഴുതിയിട്ടുള്ളത് അതിനകത്ത്. അപ്പോൾ ഇവരിപ്പോഴും തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം ഉണ്ട്. മാനസികമായിട്ട് ഇവർ രണ്ട് കൂട്ടർക്കും മാനസികമായിട്ട് ഇപ്പോഴും ഇവർ തീരുമാനം എടുത്തിട്ടില്ല. ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് നല്ല നമ്മൾ പറയുമല്ലോ 100% ഒരു തീരുമാനം എടുക്കുമെന്ന് പറയുമല്ലോ, അത് ഇപ്പോഴും ഇവർ എടുത്തിട്ടില്ല. ഇവരൊരു 50% നിൽക്കുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവർ ഈ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവും. പരസ്പരം ഇവർ ഒന്ന് സംസാരിച്ച് 1 മണിക്കൂർ ഇവരൊന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ക്ലിയർ ആവും. അമലിൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റി, ശരിയാണ്. ഇപ്പം ഒരാളെ സപ്പോർട്ട് ചെയ്യുമല്ല, അമലിനെ സപ്പോർട്ട് ചെയ്യല്ല, കാരണം ഒരു ബന്ധം തകർക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇപ്പം വേണമെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാം. അമലിനെ കുറ്റപ്പെടുത്താം, കുഞ്ഞാറ്റെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുഞ്ഞാറ്റെ കുറ്റപ്പെടുത്താം, അമലിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഈ പറയുന്നത് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ ചിലപ്പം വിശ്വസിക്കും, ചിലപ്പം ഒരാളെ കുറ്റപ്പെടുത്തും, അങ്ങനെ വേണേൽ സംസാരിക്കാം. പക്ഷെ ഒരു ബന്ധം വേർപെടുത്തി കളയാൻ അത് നിസ്സാരമാണ്. പക്ഷെ ഇവരെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് ക്ലിയർ ആവാവുന്ന പ്രശ്നം മാത്രമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അമലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അത് പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കഴിഞ്ഞ കാര്യങ്ങൾ പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്തു, തെറ്റ് പറ്റി എന്ന് പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്ത് മാനസികമായിട്ട് പുള്ളിക്കാരൻ മുമ്പോട്ട് വരാൻ, പുതിയൊരു ലൈഫിലേക്ക് വരാൻ പുള്ളിക്കാരൻ തയ്യാറായെന്നാണ് എനിക്ക് പുള്ളിക്കാരൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പുള്ളിക്കാരനൊരു പശ്ചാത്താപം എവിടേക്കോ ഉണ്ട് മനസ്സിൽ. ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഈ പെൺകുട്ടി, പുള്ളിക്കാരി നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കയറി വന്നതാണ്. കഷ്ടപ്പെട്ടില്ലെന്നല്ല, പുള്ളിക്കാരിയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അമലിനൊരു ആക്സിഡൻറ്റ് സമയത്തൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നെ ഇപ്പം ഞാൻ ഇപ്പോഴും പറയുവാണ്, ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന ഒരു ലൈഫ് അല്ലായിരിക്കും നമ്മൾ റിയൽ ലൈഫ്. റീൽസും റിയലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇപ്പോൾ ഒരാളെ ഒരു സൈഡ് മാത്രം കണ്ട് നമുക്ക് ഒരു 100% നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. രണ്ട് കൂട്ടരെയും സൈഡിൽ നിന്ന് അവർക്ക് പറയാനുള്ളത് കേട്ടിട്ട് മാത്രമേ ഇതിനകത്തൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇവർ ഇപ്പോഴും രണ്ടുപേരെ സൈഡിൽ നിന്ന് നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അത് പറയാതിരിക്കട്ടെ, കാരണം ഈ വിഷയം അല്ലെങ്കിൽ അവസാനിക്കത്തില്ല. വെറുതെ സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടേ ഇരിക്കും. അപ്പം ഇവരെ ഇത് ബാധിക്കും. കാരണം ഇവർക്കൊരു മകനുണ്ട്, മിക്കാൽ എന്ന് പറഞ്ഞൊരു മകനുണ്ട്. ആ കുട്ടിയൊക്കെ വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിയെ ഇതൊക്കെ ബാധിക്കും. അപ്പം ഈ പ്രശ്നം ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കുക. കാരണം ഇത് അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവരെ പറ്റിയ തെറ്റുകുറ്റങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓക്കെ ആക്കി ഇവർ പുതിയൊരു ലൈഫിലേക്ക് തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമെന്നുണ്ടെങ്കിൽ കുഞ്ഞാറ്റയാണെങ്കിലും അമലാണെങ്കിലും നിങ്ങൾ ഈ വിഷയങ്ങൾ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി എറിയാതിരിക്കുക. പരസ്പരം ലൈഫ് വീണ്ടും ഒന്നും കൂടി ഇതാക്കാതിരിക്കുക കേട്ടോ, അതെനിക്ക് പറയാനുള്ളൂ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഇതിൽ നിന്നൊന്നും ഇതാവാൻ പുതിയൊരു ന്യൂ ബിഗിനിങ് എന്നൊക്കെ പറയുമല്ലോ, പുതിയൊരു ലൈഫിലേക്ക് വീണ്ടും ഒന്നുകൂടെ വരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം അമലിപ്പം പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ ബർത്ത്ഡേയുടെ ഫസ്റ്റ് വീഡിയോ തന്നെ പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് പുള്ളിക്കാരൻ ഇട്ടിട്ടുള്ളത്. പുള്ളിക്കാരൻ്റെ മദറിൻ്റെയും കൂടെ അതുപോലെ ഫാദറിൻ്റെയും കൂടെയാണ് ആ വീഡിയോ ഇട്ടിട്ടുള്ളത്.
അപ്പോൾ എനിക്ക് ഇതിനൊക്കെ മനസ്സിലായി ചെറിയൊരു ഫാമിലിയാണ്. ഒരു അച്ഛനും അമ്മയും പിന്നെ ഈ പറയുന്ന അമലും കുഞ്ഞാറ്റയും ഇത്രയും ഉള്ളൊരു ചെറിയൊരു ഫാമിലി ആയിട്ടായിരുന്നു ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അമൽ ഇപ്പം പുതിയൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി രംഗത്ത് വന്നിട്ടുണ്ട്. ജീവൻ നമ്മളെ പലതും പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ പുള്ളിക്കാരൻ്റെ 28ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നൊരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അച്ഛൻ്റെയും അമ്മയുടെ ചെറിയൊരു ഫാമിലിയാണ്. കാരണം അച്ഛനും അമ്മയും പിന്നെ ഈ പറയുന്ന അമലും കൂടെ ചേർന്നിട്ടുള്ള ചെറിയൊരു ഫാമിലിയാണ് ഇവരെ. അപ്പം ഇവരെ കൂടെ ഒത്ത് സന്തോഷമായിട്ട് കേക്കൊക്കെ മുറിക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പം പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം പഴയ കാര്യങ്ങളൊക്കെ മറക്കുന്നു, പുതിയൊരു സന്തോഷമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഞാൻ വരുവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ഇന്ന് എനിക്കങ്ങനെ 28 വയസ്സ് പൂർത്തിയാകുന്ന ദിവസമാണ്. എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ എണീറ്റിട്ട് ഇത് കുളിക്കണം. അമ്മ ചേച്ചിക്ക് എന്തൊക്കെ സെറ്റാക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കണം. അപ്പം എണീറ്റ് ആദ്യം പുറത്തേക്ക് ഇറങ്ങട്ടെ, എന്നിട്ട് നോക്കണം. അമ്മച്ചി ചേച്ചി ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, ഒരു അട്ട് പൊട്ടു. അവേ അമ്മ ഷർട്ടും മുണ്ടും മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറെ നാൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാത്തോണ്ടാന്ന് തോന്നുന്നു ടച്ച് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പറ്റും പോലെ. അപ്പൊ ഞാൻ ഇടയ്ക്ക് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ 28ാമത്തെ ബർത്ത്ഡേ ആട്ടോ. അപ്പം ഒരു പുതിയൊരു ഇതിലേക്ക് ഞാൻ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ നടത്തു. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുതിയൊരു നമ്മുടെ ഒരു ജീവിതത്തിൽ എൻ്റെ ഒരു ജീവിതത്തിൽ പുതിയൊരു തീരുമാനങ്ങളും പുതിയ ഒരു വഴിത്തിരിവ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചാച്ചാ പച്ചയൊക്കെ ഇട്ടിട്ട് അപ്പം വീട് പണിയും കാര്യങ്ങളും നമുക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണം അറിയാണ്ട് ആരുടെയെങ്കിലും പുള്ളിക്കാരൻ്റെ 28ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പം അമ്മ ഒരു ഷർട്ടും മുണ്ടൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മയുടെ കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അമ്മയുടെ കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാറ്റയുടെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഇപ്പം എന്തുകൊണ്ട് ഈ വീഡിയോയിൽ വരാൻ അമ്മ ഭയങ്കര ഉത്സാഹം കാണിക്കുന്നു, അമ്മയ്ക്ക് ഇപ്പം കുഴപ്പമില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം അതൊക്കെ പല ഓരോരോ ചിലപ്പം ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അന്നത്തെ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല ഇന്നത്തെ സിറ്റുവേഷൻ. കാരണം ഒരാളിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് കള്ളുകൂടി അവർ നിർത്തണമെങ്കിൽ നിർത്താം. അപ്പം നിർത്തുന്ന സമയത്ത് നമ്മൾ വീണ്ടും അയാളെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? അല്ല. ഇപ്പം ഒരു നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി അടിയും ഇടിയും കള്ളും കുടിച്ച് തെമ്മാടിയായിട്ട് നടക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം നന്നായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണം, ആ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ചിലപ്പോൾ അന്ന് ചിലപ്പം ഇവരെ ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒരു കുടുംബജീവിതം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അമ്മായും മരുമോളും അല്ലെങ്കിൽ മരുമോനും അമ്മാച്ചനുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പം അന്നൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കാരണമായിരിക്കും അവർ ചിലപ്പം വീഡിയോയുടെ മുമ്പിൽ വരാൻ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇപ്പം അവരെ സിറ്റുവേഷനൊക്കെ മാറിക്കാണും. ഇപ്പം കുറച്ചുകൂടെ അവർ ചിലപ്പം പഴയ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അവർ ചിലപ്പം ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. ചിലപ്പം അന്നത്തെ തെറ്റ് പറ്റിയതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്നൊക്കെ ഒന്ന് തെറ്റിദ്ധരിച്ച് മുമ്പോട്ട് വന്ന് കാണാം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിൻ്റെ കാരണങ്ങളൊന്നും നമുക്കറിയത്തില്ല. ഇത് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഷർട്ടും മുണ്ടും മേടിച്ചു കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരനെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം രണ്ടുപേരെയും ഞാൻ സപ്പോർട്ട് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ ഞാൻ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെയും ഞാൻ ചെളിവാരി എറിയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരാളെ ലൈഫ് തകർക്കുന്ന പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ഒരു ഫേസിലെ എക്സ്പ്രഷനും അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു മെൻ്റലി നോക്കുകയാണെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡൗൺ ആയിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത് ഇപ്പം. കാരണം അതങ്ങനെ ആണല്ലോ. കാരണം ഓൾറെഡി ഒരു മോനുണ്ട്. അപ്പം അതുമാത്രമല്ല ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടുപേർക്കും ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് മാനസികമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും പ്രശ്നങ്ങളുണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് നമുക്ക് ഈ എന്തൊക്കെ ഇത് നമ്മൾ കുറ്റപ്പെടുത്തി പറഞ്ഞാലും സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതിൽ നിന്നൊക്കെ ചെയ്ത് നമ്മൾക്ക് പറ്റിയ തെറ്റുകളൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് തിരുത്താൻ ശ്രമിക്കുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി അമലിൻ്റെ ചെയ്യുന്ന തെറ്റുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റുന്ന തെറ്റാണെങ്കിൽ അത് തിരുത്തി മുമ്പോട്ട് വരിക, അതാണ് വേണ്ടുന്നത്. ഓക്കെ, അപ്പം ബാക്കിയും കൂടെ കാണാം. ഞാൻ തന്നെയാണ് ക്യാമറമാൻ, ഞാൻ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് അമ്മ കേക്ക് കുറിക്കാം. എന്നാൽ ചായ
ചായ തരൂ പ്ലീസ്. വേറെ ചായ കുടിക്കട്ടെ കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാം കേട്ടോ. താങ്ക് യു. ചേച്ചി ഇങ്ങനെ അപ്പം അമ്മ ഈ ബാലൻസ് ചെയ്തിട്ടുണ്ടല്ലോ എങ്ങനെയാന്ന് വെച്ചാൽ തുറന്നേ എന്നാ എന്നാലും പറയാച്ചേ അമ്മൽ പോലും ആ ചുമ്മാ പറഞ്ഞ കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എന്നാ പറയണേ, എനിക്ക് വീഡിയോ നമ്മളാണെങ്കിൽ വെക്കാൻ വേണ്ടി ട്രാൻസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇതൊന്നും സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൈ പിടിച്ചിട്ടാണ് എനിക്ക് കേക്ക് കിട്ടി. ഞാൻ സ്റ്റാൻഡിൽ വരെ ഇവിടെ ഒരു സ്ഥാനത്ത് വെച്ചു കേട്ടോ. നമ്മൾ പെട്ടെന്നുള്ള തീരുമാനമൊക്കെ ആയിരുന്നു. നമുക്കൊരു ചാർജ് തുടങ്ങിയേക്കാം. എന്തൊക്കെ എല്ലാം കാണൂലേ? ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രം ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടോ. ബാക്കി നമ്മൾ എന്തെങ്കിലും കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കാര്യങ്ങൾ എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലേ അമ്മച്ചിക്ക് ഇവർ അതെ അല്ല ചേച്ചേ ഒത്തിരി കാലശേഷം വീണ്ടും ഞങ്ങൾ വീഡിയോയിലേക്ക് വരുവാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇതൊക്കെയാണ് ഒരു രസം. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എന്നാ പറയണ ഒരു ഇവർക്ക് സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണ്. അപ്പം ഞങ്ങൾ കാണും നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ ഞങ്ങൾ ഇനി എന്തായാലും വീഡിയോ കാര്യങ്ങളായിട്ട് വരും. അപ്പം അല്ല എന്നാ 28ാമത്തെ ബർത്ത്ഡേ അല്ലേ? കുറച്ച് നേരം വെച്ച് വെയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലാസ് വിട്ട് പോയിട്ട് അപ്പം പിള്ളേരാണെങ്കിലും പറയണ്ടേ. എനിക്കിതിൽ തോന്നിയ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത് നമ്മളുടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അവർ മാക്സിമം പുള്ളിക്കാരൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ഉള്ളിൽ, കാരണം എങ്ങനെ പോയാലും ഒരു മകൻ്റെ ഒരു ലൈഫ്, മുമ്പോട്ടുള്ള ലൈഫ് തകർന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു 28ാമത്തെ വയസ്സിൽ തന്നെ തകർന്ന് പോയല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് അവർക്കും സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് അവർക്ക് ഒരു വിഷമം കാണും. കാരണം ഒരുപാട് ലൈഫ് ജീവിതം ഇനിയും കിടക്കുവാണ്. കാരണം അവർ കണ്ടില്ലേ, അവർ അപ്പം ഇന്നത്തെ ഒരു ജനറേഷനിലാണ് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. പാതി വഴിയിൽ ഒരു 30 വയസ്സ് 28 വയസ്സ് 25 വയസ്സിലൊക്കെ കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് പോകുന്ന പണ്ടുള്ള ആൾക്കാരെ കണ്ടില്ലേ. ഇപ്പോഴും അവർ സന്തോഷമായിട്ടാണ്, ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് ജീവിക്കുന്നത്. അപ്പം അവരെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് അവർക്ക് സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോഴും ആ സത്യം പറഞ്ഞാൽ ആ അമലിൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറേ വിഷമങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും രണ്ടുപേർക്കും യോജിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ. അതല്ല ഡിവോഴ്സായിട്ട് രണ്ടുപേർക്കും രണ്ട് വഴിയിൽ പിരിഞ്ഞു പോകാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും പോട്ടെ. എന്തായാലും സന്തോഷമായിട്ട് മുമ്പോട്ട് പോട്ടെ. സോഷ്യൽ മീഡിയയിൽ ഇവരെ വിഷയങ്ങൾ കൊണ്ടിട്ട് ചർച്ചയാക്കി നശിപ്പിക്കാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ അവർ ചെയ്തിട്ടില്ല, നല്ല കാര്യം, ഇനി ചെയ്യാതിരിക്കട്ടെ. ഓക്കെ, എന്തായാലും അമലിൻ്റെ പുതിയ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റുകൾ ആൾക്കാർ ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേറെ ഒരുപാട് നെഗറ്റീവ് കമൻസുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കുഞ്ഞാറ്റെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം കുഞ്ഞാറ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അമലിനെതിരെ കുറേ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റ് കൂടെ ഞാൻ വായിക്കാൻ കൂടെ. അപ്പോൾ ഒരു പുള്ളിക്കാരി ഇട്ടേക്കുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ പെണ്ണ് പഠിപ്പിച്ചതുകൊണ്ട് ഇന്ന് മൊബൈൽ എടുത്ത് 4 ചിരിച്ച് നിൽക്കാനെങ്കിലും പഠിച്ചു. അന്ന് അവളുടെ കൂടെ ഫോണെങ്കിലും പിടിച്ച് സഹായിച്ചായിരുന്നേ ഇന്ന് മര്യാദയ്ക്ക് നിൽക്കായിരുന്നു എന്നാണ് ഒരു പുള്ളിക്കാരി കമൻറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ അമൽ അതിന് റിപ്ലൈ കൊടുത്തേക്കുന്നത്, ഞാൻ പഠിച്ചത് BA അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ ആണ്, 2018 കംപ്ലീറ്റ് ചെയ്തു. എന്നെ ക്യാമറ പിടിപ്പിക്കാനും എഡിറ്റ് ചെയ്യിപ്പിക്കാനും ആരും നിൽക്കണ്ട എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ഞാനെല്ലാം പഠിച്ചായിരുന്നു കേട്ടോ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പഠിച്ചായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കമൻറ്റ് കൂടെ, അതിന് തന്നെ ഒരു റിപ്ലൈ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അന്ന് ഫോൺ പിടിക്കാനും എല്ലാം റോബോട്ടായിരുന്നു, ആ സത്യം ഞാനിപ്പോൾ തുറന്നു പറയുന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുള്ളിക്കാരൻ ഉദ്ദേശിച്ച ആ ഒരു റിപ്ലൈ കൊടുത്തില്ലേ, ആ കമൻറ്റിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് റോബോട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതെല്ലാം കേൾക്കണം, ഒന്നും മിണ്ടാൻ പറ്റാതെ പറയുന്നതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചടി രൂപത്തിൽ അങ്ങ് ചെയ്ത് കൊടുക്കണമെന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ കുഞ്ഞാറ്റ പറയുന്നതെല്ലാം മിണ്ടാതെ നിന്ന് കേട്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് പുള്ളിക്കാരന് ഉണ്ടായെന്നാണ് അതിൻ്റെ അർത്ഥം പുള്ളിക്കാരൻ പറഞ്ഞത്. റോബോട്ടിന് പോലെ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളൊക്കെ എടുക്കണം എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം മനസ്സിലായല്ലോ? മനസ്സിലായവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ചിന്തിച്ച് ആ കമൻ്റ് ഒന്നുകൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അമൽ പറഞ്ഞ കാര്യമാണ്, ഞാൻ പറഞ്ഞ കാര്യമല്ല. ഓക്കെ, ഇനി അടുത്ത കമൻറ്റ്. ഓക്കെ, അൻസു ക്ലൈൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിക്കാരി ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും വന്നൊരിക്കലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നത്തെ പറ്റി പറയാതിരിക്കുക. നല്ലൊരു കമൻറ്റാണത്, നല്ലൊരു കാര്യമാണ് പുള്ളിക്കാരി പറഞ്ഞത്. അത് മറ്റുള്ളവർക്ക് പിന്നീട് കളിയാക്കാൻ കാരണമാകും. ഇതുപോലെ മിക്കുവാവ വളർന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുട്ടി മീക്കയിൽ വളർന്ന് വരുമ്പോൾ അത് ആ കുഞ്ഞു മനസ്സിനെ ഒത്തിരി വേദനിപ്പിക്കും. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ
വേണ്ട, പരസ്പരം ചെളിവാരി എറിയാതിരിക്കുക. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു കമൻറ്റ് തന്നെയാണ് കേട്ടോ. പുള്ളിക്കാരി നല്ല രീതിയിലാണത് പറഞ്ഞേക്കുന്നത്. അപ്പം അതിന് അമൽ കൊടുത്തേക്കുന്ന റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടും എൻ്റെ കുഞ്ഞ് ഒരിക്കലും നാളെ എൻ്റെ വാ കൊണ്ടും കൂടെ കരയിക്കാൻ എനിക്ക് വയ്യ. എൻ്റെ വക കൊണ്ട് കേട്ടോ, എൻ്റെ വാ കൊണ്ട് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിളിവാരി എറിഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇതൊക്കെ ഇപ്പം നടക്കുമ്പോഴത്തേക്ക് നാളെ കാലാകാലം അത് സോഷ്യൽ മീഡിയയിൽ കാണുമല്ലോ. അപ്പം നാളെ കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് കുഞ്ഞിനെ അത് ബാധിക്കാതിരിക്കാൻ, അത് കണ്ട് കുഞ്ഞ് വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അതിന് ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുന്നത്. വാ കൊണ്ടും കൂടെ കരയിക്കാൻ എനിക്ക് വയ്യ, ആ ശാപം കൂടെ താങ്ങാനുള്ള ശേഷി എനിക്കില്ല എന്നാണ് പുള്ളിക്കാരൻ കമൻറ്റ് കൊടുക്കുന്നത്. പുള്ളിക്കാരൻ ഈ കമൻറ്റിനെല്ലാം നല്ല രീതിയിലാണ് പുള്ളിക്കാരൻ, നല്ല മെച്യൂറായിട്ടാണ് പുള്ളിക്കാരൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരിടത്തും പുള്ളിക്കാരൻ മോശമായിട്ട്, ഇപ്പോൾ ഈ കമൻറ്റുകളൊക്കെ കണ്ടിട്ട് പോലും ഒരാൾ വേണ്ടാത്ത രീതിയിൽ ഒരു കമൻറ്റ് ഇട്ടാൽ പോലും പുള്ളിക്കാരൻ അതിനകത്ത് ചിരിച്ചുകൊണ്ട് മാത്രമാണ് റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവ് സൈഡാണ് പുള്ളിക്കാരൻ്റെ. പക്ഷേ പുള്ളിക്കാരന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാനും തെറ്റ് അംഗീകരിക്കാനും ഉള്ളൊരു മനസ്സ് പുള്ളിക്കാരനുണ്ടെന്ന് മനസ്സിലാക്കാം. സപ്പോർട്ട് ചെയ്യുമല്ല, ഇതൊക്കെ കണ്ട് മനസ്സിലായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ പുള്ളിക്കാരൻ എനിക്ക് പേഴ്സണലായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ സപ്പോർട്ട് ചെയ്യുമല്ല. പക്ഷേ ഇവരുടെ രണ്ട് ഭാഗത്ത് നിന്നും സംസാരിക്കുമ്പോഴത്തേക്ക് രണ്ടുപേരുടെ കയ്യിലും തെറ്റുണ്ട്. രണ്ടുപേരും പരസ്പരം ഒന്നിച്ച് മുമ്പോട്ട് പോവുക, അതുമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. പിന്നെ അമ്മയുടെ കാര്യം കമൻറ്റിൽ ഒരാൾ പറയുന്നുണ്ട്. നീന തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് കമൻറ്റ് ഇട്ടേക്കുന്നത്. വീഡിയോയിൽ വന്നതുകൊണ്ട് അമ്മയ്ക്ക് രോഗം വന്നത്, അതുകൊണ്ടായി ഇനി വീഡിയോയിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാറ്റയുടെ വീഡിയോയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നല്ല മിടുക്കി ഹാർഡ് വർക്കിംഗ് കുട്ടിയായിരുന്നു കുഞ്ഞാറ്റ. നിന്നെ ആരൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും അവൾ സമ്മതിക്കില്ലായിരുന്നു, അത്രയും അവൾ നിന്നെ സ്നേഹിച്ചിരുന്നു. പാവം മിക്കുവാവ. ശരിയാണ്, ഒരുപാട് അമലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കുഞ്ഞാറ്റ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വീഡിയോയിലൂടെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. റിയലായിട്ട് ഇവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയത്തില്ല. കാരണം ഈ ഒരു റീലും റിയാലിറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കണം. ഇപ്പം ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വീഡിയോയുടെ മുമ്പിലൊന്നും ലൈഫിൽ വേറൊന്നുമാണ് അവർ ലൈഫിൽ കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിലയിരുത്തുന്നത് ശരിയല്ല, വീഡിയോ കണ്ടിട്ട് ഒരിക്കലും വിലയിരുത്തുന്നത് ശരിയല്ല. അപ്പോൾ അതിന് റിപ്ലൈ കൊടുത്തേക്കുന്നത് ഓക്കെ എന്നാണ്. പുള്ളിക്കാരൻ ഓക്കെ എന്ന് ജസ്റ്റ് ഓക്കെ മാത്രമേ ഇട്ടുള്ളൂ. പുള്ളിക്കാരൻ മിക്കുള്ള കമൻറ്റിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരു കമൻറ്റ് കൂടെ ഞാൻ വായിക്കാം. അപ്പോൾ ഇത് കുത്തിത്തിരിപ്പ് കമൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇവരെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് അത് കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന വ്യക്തിയാണെന്ന് തോന്നുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇട്ടേക്കുന്ന കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിലുണ്ടായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് വീഡിയോ ഇടണം, സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വലുതാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് എല്ലാവരും അറിയട്ടെ, നിങ്ങൾ വീഡിയോ ചെയ്യ് എന്ന് ഒരു മോട്ടിവേഷൻ കൊടുത്ത് അതെല്ലാം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവസാനം ആകെ പ്രശ്നമാവും. ഇപ്പം ഇങ്ങനെ കുറേ ടീമുകളുണ്ട്. അപ്പം അതിന് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണ്ട, നഷ്ടവും ശാപവും കുറവുകളും കുറ്റങ്ങളും എല്ലാം എനിക്ക് തന്നെ, ഞാൻ സമ്മതിച്ചു. പുള്ളിക്കാരൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ തെറ്റും എൻ്റെ ഭാഗത്ത് തന്നെയാണെന്ന് പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കിനി എൻ്റെ കാര്യം നോക്കാം, അപ്പോൾ അതിനെല്ലാം ഇതിലൂടെ തീരട്ടെ. പുള്ളിക്കാരൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞതെല്ലാം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് പ്രശ്നങ്ങളുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതെല്ലാം കഴിഞ്ഞു, ഇതിലൂടെ അത് തീരട്ടെ, ഇനി ഞാൻ എൻ്റെ കാര്യം നോക്കി മുമ്പോട്ട് പോകാമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. നല്ല കാര്യം തന്നെയാണ്, അതിലെന്തായാലും പുള്ളിക്കാരനെ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ പുള്ളിക്കാരൻ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ പറ്റിപ്പോയ തെറ്റുകൾ അംഗീകരിച്ചിട്ട് പുതിയൊരു ലൈഫിലേക്ക് വരാൻ പുള്ളിക്കാരൻ വില്ലിങ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ഓക്കെയാണ്. പക്ഷേ ഇപ്പം കുഞ്ഞാറ്റയുടെ കേസിലാണെങ്കിൽ കുഞ്ഞാറ്റ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു, ഒരുപാട് പറഞ്ഞു, എന്നിട്ടും അതിനൊരു നടപടി ആവാത്തതുകൊണ്ടാണ് കുഞ്ഞാറ്റ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് കുഞ്ഞാറ്റ പറയുന്നുണ്ട്. പക്ഷേ ഒന്നും കൂടെ ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്ന കേസേ ഉള്ളൂ. കുഞ്ഞാറ്റയുടെ ഭാഗത്തുനിന്നും കൂടെ ഒന്നുകൂടെ എന്നത് താന്നു കൊടുക്കുവാണെങ്കിൽ പുള്ളിയുടെ തെറ്റുകൾ അംഗീകരിച്ച് അക്സെപ്റ്റ് ചെയ്ത് ഒരു നല്ലൊരു ലൈഫിലേക്ക് വരാൻ പുള്ളിക്കാരന് താല്പര്യമുണ്ടെന്നാണ് ഇതിലൂടെ എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരെ വശത്താണ് നിങ്ങൾ നിൽക്കുന്നത്? അതോ രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള ഇതാണോ നിങ്ങൾ കൊടുക്കുന്നത്? രണ്ടുപേരുടെ കയ്യിലും കുറ്റമുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. See you guys.